തൃക്കൊടിത്താനം, തിരുവൻവണ്ടൂർ, തൃപ്പലിയൂർ, തിരുവാറന്മുള തുടങ്ങിയ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളെ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതി അവസാന ഘട്ടത്തിൽ. ധർമ്മപുത്രൻ, ഭീമസേനൻ, അർജുനൻ, നകുലൻ എന്നിവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠ എന്നാണ് സങ്കല്പം. മധ്യ കേരളത്തിലെ പ്രശസ്ത പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങളായ തൃക്കൊടിത്താനം, തിരുവൻവണ്ടൂർ, തൃപ്പലിയൂർ, തൃച്ചിറ്റാറ്റ്, തിരുവാറന്മുള തുടങ്ങിയവയെ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്താനുള്ള പദ്ധതി അവസാന ഘട്ടത്തിൽ. പഞ്ചപാണ്ഡവ ക്ഷേത്ര ഏകോപന സമിതി പ്രസിഡന്റ് ബി രാധാകൃഷ്ണ മേനോൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് ഈ ഉറപ്പ് ലഭിച്ചത്. പഞ്ചദിവ്യ ദേശ ദർശൻ എന്നുള്ള നിലയിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ നിരന്തരം അന്യസംസ്ഥാനങ്ങളിൽ നിന്നടക്കം നൂറുകണക്കിന് വൈഷ്ണവ ഭക്തർ ദിനംപ്രതി എത്തിച്ചേരുന്ന മഹാക്ഷേത്രങ്ങളാണ്. ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സമഗ്രമായ തീർത്ഥാടന പദ്ധതി, അത് സമ്പൂർണ്ണമായി തീർത്ഥാടകർക്ക് ആവശ്യമുള്ള അടിസ്ഥാന സൗകര്യ വികസനം അടക്കം രൂപപ്പെടുത്തുവാൻ വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ചിട്ടുള്ളതാണ് പഞ്ചദിവ്യ ദേശ ദർശൻ എന്നുള്ള പ്രോജക്റ്റ്. ഈ കഴിഞ്ഞ ആറന്മുള വള്ളസദ്യയോടനുബന്ധിച്ച് ഏതാണ്ട് 60 ദിവസത്തോളം KSRTCയുടെ നേതൃത്വത്തിൽ ബജറ്റ് ടൂറിസം സെല്ല് 10,000-ഓളം തീർത്ഥാടകരെ ഈ 5 അമ്പല ദർശനത്തിനായി വിവിധ ദിനങ്ങളിലായി എത്തിക്കുകയുമുണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടൂറിസം സർക്യൂട്ടിനെ ദേശീയ തീർത്ഥാടന പദ്ധതിയുടെ ഭാഗമാക്കാൻ വേണ്ടി ഇത് സംബന്ധിച്ച് കേന്ദ്ര ടൂറിസം മന്ത്രി ശ്രീ സുരേഷ് ഗോപിക്ക് അഞ്ചമ്പല ഏകോപന സമിതിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞാൻ നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഈ 5 ക്ഷേത്രങ്ങളുടെയും അടിസ്ഥാന സൗകര്യ വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സഹായത്തോടെയുള്ള പദ്ധതിക്ക് രൂപം കൊടുക്കുവാൻ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഇത് സംബന്ധിച്ച DPR തയ്യാറാക്കി കേന്ദ്രത്തിന് സമർപ്പിക്കുന്ന മുറയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് ഈ പദ്ധതി ഏറ്റെടുക്കാനും ഈ 5 ക്ഷേത്രങ്ങളുടെയും സമഗ്ര വികസനവും ഒപ്പം ഈ തീർത്ഥാടന പദ്ധതിയെ വിപുലമായി രൂപീകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ തന്നെ അപൂർവമാണ് പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച ഇത്തരം ക്ഷേത്രങ്ങളും ഗുഹാക്ഷേത്രങ്ങളും. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ധാരാളം ഭക്തർ ഇവിടെ ദർശനത്തിനായി എത്താറുണ്ട്. ഭാരതത്തിലെ എണ്ണം പറഞ്ഞ 108 വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഈ പഞ്ചപാണ്ഡവ ക്ഷേത്രങ്ങൾ. മധ്യ തിരുവിതാംകൂറിലെ ചെങ്ങന്നൂർ, ചങ്ങനാശ്ശേരി താലൂക്കുകളിലായാണ് ഈ പാണ്ഡവ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ധർമ്മപുത്രർ, ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ എന്നിവർ പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാണ് സങ്കല്പം. 5 ക്ഷേത്രങ്ങളും ഒരേ ദിവസം ദർശനം നടത്തിയാൽ മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം. വനവാസകാലത്ത് പാണ്ഡവർ ചെങ്ങന്നൂരും പരിസരത്തും വസിച്ചിരുന്നുവെന്നും അജ്ഞാതവാസത്തിന് മുമ്പ് പൂജിച്ചിരുന്ന വിഗ്രഹങ്ങൾ 5 ഇടങ്ങളിലായി പ്രതിഷ്ഠിച്ചിരുന്നുവെന്നാണ് ഐതിഹ്യം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്ത് നിന്നും ടോമി മാങ്കൂട്ടം.